ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവം യേശുവിൻ്റെ നാമത്തിലെ വന്ദനം അറിയിച്ചു കൊള്ളണം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് തമിഴ്നാടാണ് എൻ്റെ മാതൃഭാഷ, ജന്മഭാഷ തമിഴ്. പക്ഷേ സുവിശേഷകനായിട്ട് ഇവിടെ അയക്കുന്നത് കൊണ്ടാണ് ഞാൻ മലയാളം പഠിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ദയവായി ക്ഷമിക്കുക. ഹല്ലേലൂയ. ഓക്കെ, ദൈവം നമുക്ക് സഹായിക്കട്ടെ. ആദ്യമായിട്ട് ഇന്ന് നിങ്ങളോട് മുമ്പിൽ ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്നെ പരിചയപ്പെടുത്തുവാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. തമിഴ്നാട്ടിലെ സർവലോകാധിപ നമസ്കാരം, സർവസൃഷ്ടികനെ നമസ്കാരം, தரை கடல் உயிர்வான் சகலமும் படைத்த ദയപരപിതാവേ നമസ്കാരം. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ആ പാട്ട് എഴുതിയത് എൻ്റെ മുത്തച്ഛൻ വേദമാണിക്യം അയ്യർ എന്നുള്ളവരാണ്. മണ്ടക്കാട് എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് CSI ചർച്ചിൽ അന്ന് അവർ പ്രശസ്തമായ പാസ്റ്ററായിട്ടായിരുന്നു. അവർ എഴുതിയ വേറെ 2 പാട്ടുകളും കൂടെ CSI ചർച്ചിൻ്റെ കന്യാകുമാരി ഡയോസിസിൻ്റെ പാട്ട് ബുക്ക്, ജ്ഞാനപാട്ട് കീർത്തന എന്ന് പറയും, അതിൽ ഇപ്പോഴും ഉള്ളതാണ്. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുവാൻ വേണ്ടി നെയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ഒരു പ്രശസ്തമായ ഹോസ്പിറ്റൽ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്, ഒന്നിൽ അമ്മയെ സംരക്ഷിക്കാം അല്ലെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാം, രണ്ടുപേരെയും ഒന്നിച്ച് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട്, ഈ കുഞ്ഞിനെ തള്ളിക്കള, അത് ഡാമേജ് ആകും, പോയി കളയും. ഈ അമ്മയെ എങ്ങനെയും സംരക്ഷിക്കാം, അല്ലെങ്കിൽ അമ്മ ഇന്നൊരു കുഞ്ഞിനെ കൂടെ ജനിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ, ചെറിയമ്മ ഒക്കെ കരഞ്ഞു വിളിച്ച്, ദൈവമേ ഈ കുഞ്ഞിനെ സുഖമായിട്ട് പ്രസവിക്കുവാൻ സഹായിച്ചെങ്കിൽ ഇത് നിനക്ക് തരാം, നിൻ്റെ ജോലിയിനായിട്ട് തരാം എന്ന് അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയാണ് നിങ്ങൾ മുമ്പ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ 15ാമത് വയസ്സിൽ ഞാൻ ബൈബിള് വായിക്കുവാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായി. അപ്പോഴാണ് യേശു ആരാണ്, അവരുടെ സുവിശേഷം എന്താണ്, അവരുടെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് ഞാൻ ഇവിടെ ബൈബിളിലൂടെ ആരാഞ്ഞ് പഠിച്ചതാണ്. അപ്പോഴാണ് എനിക്ക് ആദ്യം മനസ്സിലായത്. കാരണം എൻ്റെ വീട്ടിൽ ചർച്ച് പാസ്റ്റർ വരും. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ ബൈബിള് വായിച്ചു, ഇവിടെ യേശുവും അപ്പോസ്തലന്മാരും എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞത് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പ്രവർത്തിയുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ സഭ എന്ന് പറയുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ, ഇവിടെ ബൈബിളിൽ ഞാൻ കണ്ടതും നമ്മുടെ ചർച്ചിൽ കണ്ടതും അതിൽ വ്യത്യസ്തത കാണുന്നു അല്ലേ എന്ന് അങ്ങനെയാണ് എനിക്ക് ചിന്തിച്ചത്, അന്ന് മനസ്സിലാക്കിയത് അങ്ങനെ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ ഒരു ബൈബിൾ തന്നെ ഈ ലോകത്തിലുണ്ട്, എന്നാലും ഈ ഒരു ബൈബിൾ അടിസ്ഥാനത്തിൽ പല പാരമ്പര്യങ്ങളുണ്ട്. മനസ്സിലായോ? കത്തോലിക്കരുണ്ട്, സൽവേഷൻ ആർമി, ലുതറൻ, പെന്തക്കോസ്റ്റൽസ്, ഓരോരുത്തരും ഓരോ രീതിയിൽ ചെല്ലുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ എന്നുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മളുടെ പാരമ്പര്യം CSI ആണ്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ പാരമ്പര്യത്തിൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഒരേ ബൈബിളാണ്, പക്ഷേ പല പാരമ്പര്യങ്ങൾ, വിശ്വാസങ്ങളും അനുഭവ രീതി അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ യേശു ഇരിക്കുന്ന ഇടത്തിൽ ചെല്ലണമെങ്കിൽ ഇതിൽ ഏത് പാരമ്പര്യത്തിലൂടെയാണ് ചെല്ലേണ്ടത്? മനസ്സിലാകുന്നോ? ഇങ്ങനെയാണ് ചോദിച്ചത്. അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമാണോ, അത് ഉറപ്പായിട്ടും ഇത് തന്നെ ശരി, ഇതിലൂടെ ചെന്നാൽ അവിടെ യേശു ഇരിക്കുന്ന ഇടത്ത് ചെല്ലാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാമോ, അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ കുറച്ച് കൺഫ്യൂഷായി. അല്ലല്ലേ, എന്താ ഇതിനെന്തിനാ ഉത്തരം പറയുന്നത്? അല്ലെങ്കിൽ യേശുവും അപ്പോസ്തലന്മാരും ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും അവർ പ്രവർത്തിച്ചിരിക്കുന്നതുമായ ആ പാരമ്പര്യം എനിക്കപ്പോൾ പെന്തക്കോസ്തസഭയെ അറിയില്ലല്ലോ, അത് എവിടെയാണ് ഇരിക്കുന്നത്, അല്ലല്ലേ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ബ്രദർ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക, ദൈവം എന്താണ് ഉറപ്പ് തരുന്നോ ആ രീതിയിൽ ചെല്ലുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. നീ കറ്റ് നിശ്ചയിത്ത് കൊണ്ടവളിൽ നിലയിത്തറ്, തീമോഥേയുസിൻ്റെ ലേഖനത്തിൽ അങ്ങനെ വായിക്കാം, അല്ലല്ലേ? എന്തൊക്കെ ഉറപ്പ് ദൈവം തരുന്നതിൽ ചെല്ലാം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ വീണ്ടും ബൈബിൾ വായിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഈ പാരമ്പര്യങ്ങളൊന്നും അറിയാൻ ഇഷ്ടമില്ല, അല്ലല്ലേ? അവർ ഉറപ്പ് തന്നില്ലല്ലോ.
യേശു എന്താ പറഞ്ഞിരിക്കുന്നു, അവരുടെ ശിഷ്യന്മാർ എന്താ പറഞ്ഞിരിക്കുന്നു ചെയ്തിന്, അത് മാത്രമാണ് എന്നെക്കൊണ്ട് ചെയ്യുവാൻ കഴിയുമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചെന്നതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എൻ്റെ +2 എഡ്യൂക്കേഷൻ കഴിഞ്ഞു. എന്നെ അവർ അർപ്പിച്ചത് ദൈവജോലിയിനായിട്ടാണ്. പക്ഷേ ബി.ഡി പഠിക്കുവാൻ അയച്ചില്ല. അവർ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ, എന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ അയച്ചു. ഫസ്റ്റ് ഇയർ സ്പീഡായി പോയി. എനിക്ക് ഒന്നും അപ്പോൾ അറിയില്ലല്ലോ. സെക്കൻഡ് ഇയർ വരുമ്പോൾ വീണ്ടും ഒരു ഉണർവ് എന്നോട് സംസാരിക്കുകയാണ്. നീ യേശുവിനെ പൂർണ്ണതയായിട്ട് അനുഗമിക്കണം, അല്ലേ, മുഴുമയായിട്ട് അവരെ പിൻചെല്ലണം. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തായത്, ഞാൻ തന്നെ എപ്പോഴും ബൈബിൾ വായിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ മുഴുമയായി പൂർണ്ണതയായിട്ട് അനുഗമിക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. വീണ്ടും വീണ്ടും ആ ഉണർവ് എന്നോട് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, യേശു അവിടെ ഛത്രം എന്ന് പറയുന്ന അവിടെ ഇല്ലാതെ അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ച് മുന്നണയിൽ കിടത്തി തമിഴിൽ അങ്ങനെ. സോ അങ്ങനെയാണ്. പിന്നീട് 8ാമത്തെ ദിവസം യെരുശലേമിൽ പോയി. 12ാമത്തെ വയസ്സിൽ അവിടെ ഉള്ള വേദപാരകർ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു, അതല്ലേ, അതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് വയസ്സ് 18 കഴിഞ്ഞ് ചെന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് യേശു ദേവാലയത്തെ വിട്ട് പുറത്തു പോയി മരുഭൂമിയിൽ ചെന്ന് യോഹന്നാനിടത്തിൽ പോയി സ്നാനപ്പെട്ടു, അല്ലേ. അപ്പോഴാണ് എനിക്ക് പ്രശ്നമായത്. എനിക്ക് 5ാമത് വയസ്സിൽ എൻ്റെ ചർച്ചിൽ സ്നാനം അവിടെ തന്നതാണ് പാരമ്പര്യ രീതിയിൽ. പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്താ യേശു 12ാമത് വയസ്സിൽ അവിടെ യെരുശലേമിലായിരുന്നല്ലോ, പിന്നെ എന്തിനാ 30ാമത് വയസ്സിൽ അവിടെ മരുഭൂമിയിൽ ചെന്നത്, അല്ലേ. അങ്ങനെ ഒരു ചോദ്യമാണ്. ഇത്ര ദൂരം വൈകിയത് എന്തിനാ എന്നൊക്കെ ചിന്തിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മളൊക്കെ പാരമ്പര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പോയല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നതൊക്കെ പാരമ്പര്യങ്ങളാണോ, യേശു പറഞ്ഞതുപോലെ ഇല്ലല്ലോ എന്ന് അങ്ങനെ ചിന്തിച്ചു. പിന്നീട് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് ആരാഞ്ഞ് പഠിച്ചു. ഞാൻ അസ്ഥിഭാര ഉപദേശങ്ങളെല്ലാം സംസാരിക്കുന്നവനാണ്. എനിക്ക് ദൈവം തന്ന വിളി അതാണ്. അവിടെ യൂട്യൂബിൽ കൂടെ 475 കൂടുതൽ എൻ്റെ പ്രസംഗങ്ങൾ അവിടെ ഉണ്ട്. സെൽവിൻ നെഹേമിയ ആണ് ടൈപ്പ് ചെയ്താൽ അവിടെ വരും. മലയാളത്തിലുമുണ്ട് ചിലത്, തമിഴിലാണ് അധികം ഉള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലായി. എങ്ങനെയും യേശു പറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെയും അവർ പ്രവർത്തിച്ചതുപോലെയും സ്നാനപ്പെടണം, യേശുവിൻ്റെ മാതൃക പ്രകാരം ചെയ്യണം എന്നുള്ളതാണ് അന്ന് ആദ്യം മനസ്സിലാക്കിയത്. അത് പ്രകാരം ഞാൻ കുറച്ച് ഷാർട്ടാ പറയുന്നു. കൃപാസന ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്തേ സ്ഥാപനം അവിടെ മാർത്താണ്ഡത്തിനടുത്ത് കാഞ്ഞിരക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിലുണ്ട്. അതിൻ്റെ നിർമ്മാതാവ് സാദി യേശാസൻ, കാഞ്ഞിരക്കോട് സാദി എന്ന് പറയുന്ന ഒരു സന്യാസി, വളരെ ശക്തമായ സന്യാസിയാണ്, പലർക്കും അറിയാം. അവരെ കണ്ടുമുട്ടി അവരുടെ ആലോചന പ്രകാരം എനിക്ക് കൃപാസന ക്രിസ്ത്യൻ സഭയിൽ സ്നാനം തന്നു. പിന്നീട് വിവാഹം കഴിഞ്ഞു. ആ വർഷം തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇതൊക്കെ ഞാൻ തനിച്ച് ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കും എന്ന് വായിച്ച് മനസ്സിലാക്കിയാണ് ചെയ്തത്. പലപ്പോഴും എൻ്റെ ശീലം അങ്ങനെയാണ്, ഇന്ന് അങ്ങനെയാണ്. ആ പ്രസംഗിക്കാർ പറയുന്നു, ആ സഭ അങ്ങനെയാണ്, അതൊന്നും നാം വിശ്വസിക്കുന്നില്ല, അല്ലല്ലേ. യേശുവിൻ്റെ വചനങ്ങൾ എന്താണ് പറയുന്നത്, അപ്പോസ്തലർ എന്താണ് പറയുന്നത്, ഇതൊക്കെ വായിക്കുന്നത് മാത്രമല്ല, പാസ്റ്റർമാർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. അത് വളരെ, ഞാൻ പല ശുശ്രൂഷകന്മാർക്കിടയിൽ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ ഞാൻ സംസാരിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധാത്മാവാണ് ഈ വചനങ്ങളെ നമുക്ക് തന്നതല്ലേ, നൽകിയത്. ആ ആത്മാവ് എന്നും ജീവിച്ചിരിപ്പുണ്ട്, അല്ലേ. ആ വചനങ്ങളെ അത് ഏത് വർഷത്തിൽ ഏത് കാലത്തിൽ ദൈവം വിശുദ്ധാത്മാ മുഖാന്തരമായിട്ട്, പ്രവാചകൻ മുഖാന്തരമായിട്ട്, മറ്റ് അപ്പോസ്തലൻ യേശു മുഖാന്തരമായിട്ട് തന്നിട്ടുള്ള വചനങ്ങൾ, അതിൻ്റെ പൂർണ്ണതയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ വിശുദ്ധാത്മാവ് വീണ്ടും വന്ന് അതിനെ മനസ്സിലാക്കി തരാതെ നമുക്ക് പൂർണ്ണതയായിട്ട് മനസ്സിലാക്കുവാൻ കഴിയില്ല, അല്ലല്ലേ. അത് വചന ആധാരങ്ങളോട് സംസാരിക്കാണ്, ഇപ്പോൾ സമയമില്ല. അത് എന്നെ ടച്ച് ചെയ്ത ഒരു വിഷയമാണ്, ഞാൻ അങ്ങനെയാണ് സംസാരിക്കും. അപ്പോൾ അല്ലാതെ ആ പാസ്റ്റർ അങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ, അതൊന്നും എനിക്ക് കാര്യമല്ല, അല്ലല്ലേ. യേശുവിൻ്റെ വചനം, അപ്പോസ്തലരുടെ വചനം, പ്രവൃത്തി, വിശുദ്ധാത്മാവിൻ്റെ ഉറപ്പ്, അല്ലേ, ദൈവം തരുന്ന ഉറപ്പ്, ഇതൊക്കെ അനുസരിച്ചാണ് ഈ കാര്യം നാം പഠിച്ചതും മനസ്സിലാക്കിയതും. പിന്നീട് ആ പ്രവാചകൻ സാദി യേശാസൻ മുഖാന്തരമായിട്ട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതാണ്. ദൈവം നിനക്ക് കൽപ്പിച്ചതും ഇന്നും കൽപ്പിക്കുന്നതും ഒക്കെ ഏത് നീ സംസാരിക്കേണ്ടതാണ്. നീ പോയിക്കൊണ്ടേയിരിക്കുക. ദൈവം നിനക്ക് അവസരം ഒരുക്കി തരും. എവിടെയൊക്കെ ദൈവം അവസരം നിനക്ക് ഒരുക്കി തരുന്നോ അവിടെയൊക്കെ ദൈവം പഠിപ്പിക്കുന്നതൊക്കെ ധൈര്യമായിട്ട് പ്രസംഗിക്കുക. ഇതാണ് എനിക്ക് തന്ന വിളി. പോയിക്കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. തമിഴിലും മലയാളത്തിലും അങ്ങനെയാണ് സംസാരിക്കുന്നത്.
വിളിച്ചും കൺവെൻഷൻ, സ്പെഷ്യൽ മീറ്റിങ്സ്, പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഒക്കെ സംസാരിക്കുവാൻ എനിക്ക് ദൈവം സഹായിച്ചിട്ടുണ്ട്. അല്ലല്ലോയാ. ഓക്കെ. അപ്പോൾ പാസ്റ്ററും അതൊക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചു. അല്ലല്ലോയോ. ശരി. എങ്ങനെയെങ്കിലും ഇപ്പോൾ നമ്മൾ ചില വചനത്തിലൂടെ കിടക്കുകയാണ്. എനിക്ക് വചനം വന്നുകൊണ്ടേയിരിക്കും, സമയം പോരാ എന്നുള്ളതാണ്. 1.5 മണിക്കൂറൊക്കെ പോയി കളയും. എന്നാലും നമുക്ക് ആയിരിക്കുന്ന സമയത്തിൽ ദൈവം നമുക്ക് സഹായിട്ടെ. അല്ലല്ലോയോ. വചനം എന്താന്ന് വെച്ചാൽ യോഹന്നാൻ 10-ാം 27-28. യോഹന്നാൻ 10:27-28. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവയെ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവയെ ആരും എൻ കയ്യിലിരുന്ന് പിടിച്ച് പറിക്കുന്നില്ല, ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു. അല്ലല്ലയാ. എൻ്റെ ആടുകൾ എൻ്റെ വചനം ശബ്ദം കേട്ട് അത് പ്രകാരം ജീവിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായ കാര്യം. ഇന്നലെ ഞാനൊരു സ്ഥാപനത്തിൻ്റെ ചർച്ചിലെ പകൽക്കാലത്ത് ഉപവാസ പ്രാർത്ഥനയാണ് അവിടെ പ്രസംഗിച്ചിരുന്നു. ഞാൻ വിശദമായിട്ട് വചനങ്ങളൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് സംസാരിച്ചു. യോഗം അവസാനിച്ചപ്പോൾ ചിലർ അവിടെ എഴുന്നേറ്റ് മുമ്പിൽ വന്നു എന്നിടത്തിൽ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, ഇതൊക്കെ നിങ്ങൾ അത് സംശയങ്ങളൊക്കെ തീർക്കണം, പറഞ്ഞു തരണം. ഓക്കെ, പറഞ്ഞു തരാമല്ലോ, അവിടെ ഇരി എന്ന് ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അവർ CSI ചർച്ചിൽ ഒക്കെ ബലിവറാണ്. പക്ഷെ അവിടെ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഇവിടെ പെന്തക്കോസ്ത് ചർച്ചിൽ വന്നതാണ്. അപ്പോൾ അവർ ചോദിച്ചത് എങ്ങനെയാണ്, നിങ്ങൾ പല കാര്യം വചനത്തിലൂടെ സംസാരിച്ചതാ, പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്ന പ്രസംഗിമാർ അല്ലേ, അവരൊക്കെ വേറെ രീതിയിലല്ലേ സംസാരിക്കുന്നത്, വേറെ രീതിയിലല്ലേ ജീവിക്കുന്നത്, അവർ മുഖാന്തരമായിട്ട് അത്ഭുതങ്ങളൊക്കെ അവിടെ നടക്കുന്നല്ലോ അല്ലേ, വലിയ ജനക്കൂട്ടമല്ലേ അവരുടെ പുറകിൽ ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ പലരില്ലല്ലോ, ചിലർ കാണാം അല്ലേ എന്നാണ് അവർ ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, യേശു ഇങ്ങനെയാണ് പറയുന്നത്, ഈ വചനമാണ് അവിടെ ഞാൻ സംസാരിച്ചത്, ഈ വചനമാണ് മുമ്പിൽ വന്നത്. യേശു പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ വചനപ്രകാരം ജീവിക്കുക എന്നാണ്, അവ എന്നെ അനുഗമിക്കുക എന്നാണ്. അതിന് കൂടുതലായിട്ട് പറഞ്ഞാൽ എന്നോട് അപ്പോസ്തലന്മാരല്ലേ, ഇതല്ലാതെ നിങ്ങൾ കാണുന്ന വഴിയിൽ പോകുന്നവരും വരുന്നവരും എന്തൊക്കെ പറയുന്നോ, അവർ എങ്ങനെയൊക്കെ ജീവിക്കുന്നോ അങ്ങനെ ചെല്ലുവാനോ യേശു നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്? അതിനായിട്ടാണ് യേശു ഇവിടെ വന്നത് ഞാൻ ചോദിച്ചു. അവിടെ ഓസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 8-ാം അധികാരം 12-ാം വചനത്തിൽ ഇങ്ങനെ വായിക്കും. അത് തമിഴിൽ എങ്ങനെയാണ്, തമിഴിലാണ് വചനങ്ങളൊക്കെ കാണാൻ പാടായത്, മലയാളത്തിലെല്ലാം ഇത്ര ആയില്ല. എന്നുടെ വേദത്തിൻ മഹത്വങ്ങളെ ഞാൻ അവർക്ക് എഴുതി കൊടുത്തു, എൻ്റെ വേദത്തിൻ പ്രമാണങ്ങളെ ഞാൻ അവർക്ക് എഴുതി കൊടുത്തു, ഇവർ അത് അന്യകാര്യമായി, തമിഴിൽ അന്യകാര്യமாக എണ്ണിനാർകൾ. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളെ ചോദിച്ചു, യേശുവിൻ്റെ വചനമാണ് ഇത്, വാക്കാണ് ഇത്, നിങ്ങൾക്ക് നന്നായിട്ട് വിശ്വാസമുണ്ടല്ലോ, പിന്നെ എന്തിനാ യേശുവിൻ്റെ വചനങ്ങൾ വായിച്ചില്ല? യേശു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഇവിടെ കാണുന്നല്ലോ, എന്തിനാ അങ്ങനെ ജീവിച്ചില്ല? യേശുവിൻ്റെ അപ്പോസ്തലന്മാരാണ് ഈ സഭയെ സ്ഥാപിച്ചതെന്നൊക്കെ നമുക്കറിയാമല്ലോ, പിന്നെ എന്തിനാ അത് പ്രകാരം ജീവിച്ചില്ല? ഇത്ര തന്നെ അല്ലല്ലേ. അത്ഭുതം എന്ന് പറയുന്നത് മത്തായി 7:21 യേശു ഇങ്ങനെ പറയാണ്, എന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം ചെയ്യാതെ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും, എന്നെ ദൈവമായിട്ടും ആരാധിക്കും അല്ലേ. അവരെ അങ്ങനെ ചെയ്തിട്ട് അവിടെ ന്യായവിധി ദിവസത്തിൽ വന്നു, കർത്താവേ കർത്താവേ നിന്നെ ആരാധിച്ചതാണ്, നിന്റെ നാമത്തിലാണ് ഞങ്ങളൊക്കെ പ്രവാചകം പറഞ്ഞത്, പൈശാചിനെ പുറത്താക്കിയത്, അത്ഭുതങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെ പറയും. പക്ഷേ ഞാനവരെ പാർത്ത് എന്താണ് അവരെ നോക്കി എന്ന് പറയും? ദുഷ്പ്രവർത്തിക്കാരാണോ? തമിഴിൽ അക്രമ ചെയ്യുകാരെ അല്ലല്ലോ, ദുഷ്പ്രവർത്തിക്കാരെ അകന്ന് ചെല്ലുവൻ എന്ന് പൈശാച് അവർ ചെല്ലുന്ന അക്കിനി പോകെ എന്ന് കാണും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത്ഭുതം ചെയ്യുന്നത് ദൈവാത്മാവ് മാത്രമല്ല, പൈശാചം ചെയ്യുമെന്നുള്ള കാര്യം ബൈബിളെ ഉള്ളതാണ് അല്ലല്ലേ. വായിച്ച് നോക്കിയാൽ കളിയും. അവിടെ മോശയുടെ കാലത്തിലും ശരി, തിരുവെളിപ്പാട്ടിലും നമ്മൾ വായിക്കാമല്ലേ, വാനത്തിൽ നിന്ന് അഗ്നി കൊണ്ടുവരത്തക്കവണ്ണമൊക്കെ അത്ഭുതം പ്രവർത്തിച്ചു. അതല്ല കാര്യം. യേശുവിൻ്റെ വചനം മാതൃക ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. യേശു ഇരിക്കേണ്ട ഇടത്തിൽ നിങ്ങൾക്ക് ചെല്ലണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗം തന്നെ ഉള്ളത്,
യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുക. നിങ്ങൾ ഏത് ചർച്ചിലാണ് ചെല്ലുന്നത് എന്നുള്ളതൊക്കെ കാര്യമല്ല, അല്ലല്ലയോ? അങ്ങനെ തന്നെ ഞാൻ സംസാരിക്കും. ദൈവം ആ അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. 1 യോഹന്നാൻ 1-3 വചനത്തിൽ ഞങ്ങളോട് ഐക്യത സ്വർഗസ്ഥനായ പിതാവോടും പുത്രനായ യേശുവോടുമായിരിക്കുന്നു, അല്ലേ? തമിഴിലുള്ളത് ട്രാൻസ്ലേറ്റ് പറയാം. അപ്പോൾ സ്വർഗസ്ഥനായ വിശുദ്ധാത്മാവായ ദൈവത്തോടും അവൻ്റെ ഏകപുത്രനായ യേശുവോടും ഐക്യതയിൽ നിങ്ങളായിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം, അല്ലല്ലേ? നിങ്ങൾ ഏത് സഭയിലൂടെയും ചെല്ലാം, പക്ഷേ ഈ ഐക്യതയിൽ ആ അവരുടെ മാതൃകാപ്രകാരം ജീവിക്കേണ്ടത്, അല്ലല്ലേ? അവർക്ക് പിടികിട്ടി. വാട്സപ്പ് നമ്പർ തന്നു, ഞങ്ങൾക്ക് സംശയമൊക്കെ ചോദിക്കാം പാസ്റ്ററെ, പറഞ്ഞു തരൂ, അല്ലല്ലേ? അവരിങ്ങനെ പറയാണ്, പല കൂട്ടം ജനങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ പാസ്റ്റർ. അതേ ഉണ്ട്, മനസ്സിലാക്കാതെ തിരിയുന്നു, പലർ തെറ്റിത്തിരിക്കുന്നു, അല്ലേ? ഓക്കെ, അന്ന് അങ്ങനായി. അതുകൊണ്ടാണ് വിശുദ്ധാത്മാവ് എന്നും ആ വചനം തന്നെ എൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പോൾ യേശുവിൻ്റെ വചനമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കുറച്ച് ആഴമായിട്ട് തന്നെ ചില കാര്യങ്ങൾ കാണും. യേശുവിൻ്റെ വചന പ്രകാരം ജീവിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഈ ബൈബിൾ ഫുള്ളായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ബൈബിൾ അങ്ങനെ വിശ്വസിക്കുമ്പോൾ എന്താ യേശു പറഞ്ഞത് മാത്രമാണോ? പഴയ നിയമത്തിലുള്ളതൊന്നും ദൈവം അല്ലത് നമുക്കുള്ള വചനമല്ലേ എന്ന് കൂടെ നിങ്ങൾ ചോദിക്കാമല്ലോ. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. പാസ്റ്റർ പറഞ്ഞതുപോലെ പൈശാച് പല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാം എന്നുള്ള തന്ത്രം പൈശാചിനുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ ബൈബിൾ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇവരെ ചതിക്കണം, വഞ്ചിക്കണമെങ്കിൽ വചനപ്രകാരമല്ലേ വരേണ്ടത്, അല്ലല്ലേ? യേശുവിൻ്റെ അടുത്തിൽ അങ്ങനെയല്ലേ വന്നത്? ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ എഴുതിയില്ല, ചാടുവാൻ അങ്ങനെ എഴുതിയില്ലല്ലോ. ഓക്കെ, അതുപോലെ ബൈബിൾ വചനം കൊണ്ടാണ് പൈശാച് മക്കളെ തെറ്റിത്തിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ദൈവം എനിക്ക് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലല്ലേ? അതിനാണ് ഈ കാര്യത്തെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യം എന്താ യേശു പറഞ്ഞ വചനങ്ങൾ തന്നെയോ? അതൊക്കെ ഞാൻ ചില വചനങ്ങൾ തരാം. യോഹന്നാൻ 8:31-32 വരുമ്പോൾ യേശു തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനപ്രകാരം അല്ലേ ജീവിച്ചാൽ, ആ വചനം പ്രമാണിച്ചാൽ മാത്രമേ എൻ്റെ ശിഷ്യന്മാരായി നിങ്ങളാൽ മാറുവാൻ കഴിയും. മനസ്സിലാകുന്നോ? എൻ്റെ ശിഷ്യന്മാരായി മാറണമെങ്കിൽ എൻ്റെ വചനം, അവർക്ക് മോശയുടെ വചനം അറിയാം, പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാരുടെ വചനമൊക്കെ അറിയാം. പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല, എൻ്റെ വചനം. ഓക്കെ, മത്തായി 28 കടൈസി 2:19-20 വചനങ്ങൾ വരുമ്പോൾ യേശു ഇങ്ങനെ പറയാണ്, ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുവാൻ ഉപദേശം ചെയ്യുവാൻ, അല്ലേ? ഞാൻ അതാണ് കാര്യം. ഇത് മനസ്സിലാക്കണം. അത് അവിടെ മത്തായി 7-ാം അധികാരത്തിലെ അവസാനം അവിടെ വരുമ്പോൾ, ഞാൻ പറഞ്ഞ വചനങ്ങൾ പ്രകാരമായിട്ട് ജീവിക്കുന്നവനാണ് പാറയിലെ വീട് പണിഞ്ഞ മനുഷ്യന് കുപ്പാകുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞത് ആ വാക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ യേശു വരുന്നത് മുമ്പ് അവിടെ ഇരുന്ന വചനങ്ങളൊക്കെ ദൈവവചനങ്ങളല്ലേ എന്നൊരു കാര്യം കൂടെ അവിടെ നമുക്ക് തോന്നുന്നല്ലോ, ചിന്തിക്കാൻ കഴിയും, ചിന്തിക്കുവാനുള്ള സാഹചര്യം വരുന്നല്ലോ. യോഹന്നാൻ 18:36-37 വചനങ്ങൾ വായിക്കുമ്പോൾ, സത്യത്തിന് സാക്ഷി പറയുവാനാണ് ഞാൻ വന്നത്, സത്യവാൻ എന്ന് പറയുന്നവരൊക്കെ എൻ്റെ വചനം വിശ്വസിക്കും, അത് പ്രകാരം നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ യേശുവിന് മുമ്പ് വരുന്നതൊക്കെ സത്യമല്ലയോ എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ആ വചന കാര്യങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിച്ച് കാണിക്കുന്നത്, അല്ലല്ലേ? എബ്രായ ലേഖനം 1-ാം വചനം, എബ്രായ ലേഖനം 1-ാം വചനം വായിക്കുമ്പോൾ, പണ്ട് പൂർവ്വകാലങ്ങളിൽ പങ്കാകും വകയായും തമിഴിൽ ഭാഗമായും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം ആ വചനം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്തിമകാലത്തിൽ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ 2 കാര്യം. പിതാക്കന്മാർ പറയുന്നത് യഹൂദന്മാരുടെ പിതാക്കളാണ്. അത് എബ്രായ ലേഖനം എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർക്ക് എഴുതിയതാണ്. ആ പിതാക്കന്മാർക്ക് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, നമ്മുടെ പിതാവല്ല, അവരുടെ പിതാവാണ്. ഓക്കെ,
അവർക്ക് പ്രവാചകൻ മുഖാന്തരമായിട്ട് ദൈവം സംസാരിച്ചത് വാസ്തുതയാ, പ്രശ്നമില്ല. പിന്നീട് പറഞ്ഞത് നമുക്ക് എന്ന് പറഞ്ഞാൽ അന്ന് പൗലോസിൻ്റെ ആ എബ്രായ ലേഖനം എഴുതിയ ആ വ്യക്തിൻ്റെ കാലത്ത് നമുക്കും കൂടെ ആറ് മൂലമായി സംസാരിച്ചിരിക്കുന്നു, പുത്രനായ യേശു മുഖാന്തരം. വെളിയായല്ലോ. അതൊക്കെ ശരി തന്നെ. അതാണ് പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായോ? ചെറുതായിട്ട്. ഓക്കെ. അപ്പോൾ യേശു മുഖാന്തരം സംസാരിച്ചതാണ്. അപ്പോൾ യേശു പറഞ്ഞല്ലോ, ഞാൻ സ്വയമായിട്ട് സംസാരിക്കുന്നില്ല, എന്നുള്ളായിരിക്കുന്ന വിശുദ്ധാത്മാവായ പിതാവാണ് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ യേശുവിൻ്റെ ഉപദേശമാണ് ആദ്യം നമുക്ക് പ്രധാനമായത്. മനസ്സിലായോ? രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചതൊക്കെ ഉപദേശിക്കുവിൻ എന്നാണ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. മത്തായി 28 കടയിച്ച് വചനം വായിച്ചു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത് വചനത്തിൽ വരുമ്പോൾ അപ്പോസ്തലർ പ്രവാചകന്മാരുടെ അടിസ്ഥാനം, അല്ലേ? അടിസ്ഥാനത്തിൽ പിന്നീട് ക്രിസ്തു മൂലകല്ലത്രേ, അല്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വീട് പണിയുമ്പോൾ അവിടെ ആദ്യം മൂലകല്ല് വയ്ക്കുന്നല്ലേ? മൂലകല്ല്, 2 മൂലകല്ല് വയ്ക്കും. ഇതുപോലെയാണ് യേശുവിൻ്റെ ഉപദേശമാണ് മൂലകല്ലെന്ന് പറയുന്നത്. പിന്നീട് ഈ 2 മൂലകല്ലിനുടെ അവിടെ ഒരു നൂല് കെട്ടും, അല്ലേ? അതിനകത്താണ്, ആ പരിധിക്ക് അകത്താണ് മറ്റു കല്ലുകൾ വയ്ക്കുന്നത്, അല്ലേ? ഇതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഇപ്പോൾ മനസ്സിലായോ? യേശു പറഞ്ഞത് അവർ കാണിച്ച മാതിരി, അപ്പോസ്തലർ പറഞ്ഞതും കാണിച്ച മാതിരി. ഇതാണ് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനമായി ഇരിക്കണം, അല്ലല്ലയോ? സഭയുടെ അസ്ഥിഭാരം ഇതാണ്. മനസ്സിലായോ? ഈ അസ്ഥിഭാരം അനുസരിച്ച് മാത്രം പലപ്പോഴും പഴയ നിയമത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തയ്ക്ക് എടുക്കുന്നതാണ്, അല്ലേ? അങ്ങനെ എടുത്താലേ ഈ അസ്ഥിഭാരം അനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായോ? ഈ അസ്ഥിഭാരത്തിന് എതിരായിട്ട് ചെല്ലരുത്. ഓക്കെ. അവിടെ ഇബ്രായ ലേഖനത്തിൽ പറഞ്ഞത് അങ്ങനെയാണ്. അവിടെ നിന്ന് വന്നു, സിയോൻ മലയിനടത്തിന് വന്നു, കുഞ്ഞാട്ടിൻ്റെ രക്തത്തിനടത്ത് വന്ന് ചേർന്ന് എന്നല്ലേ വചനമൊക്കെ എനിക്ക് അടിക്കാൻ സമയമാവും. അവിടെ നിന്ന് പുറപ്പെട്ടതാ, ആ വഴിയിലേക്ക് വന്നതാ, ഇവിടെ വന്ന് എത്തിയതാ, അല്ലേ? യേശുവിടത്തിൽ വന്ന് എത്തിയല്ലോ. പിന്നീട് എന്തിനാ അവിടെ ചെല്ലുന്നു? അല്ലല്ലേ? എന്തെങ്കിലും ദൃഷ്ടാന്തമായിട്ട്, അല്ലേ? പല കാര്യങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചു എന്ന് എടുക്കാം. അല്ലെങ്കിൽ യേശുവൻ ഈ അപ്പോസ്തല പ്രവൃത്തി, അപ്പോസ്തലർ, യേശു ഇവരുടെ അടിസ്ഥാന പ്രകാരം എന്തെങ്കിലും എടുക്കാം, തെറ്റില്ല. മനസ്സിലായോ? മനസ്സിലാകണം. ഇതാണ് അസ്ഥിഭാരം. എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും ഇപ്പൊ പ്രവാചകന്മാരുടെ ബഹളമാണ്, അല്ലേ? ബഹളമോ അതെന്താ വാക്ക് പറയുന്നത്? എവിടെയും അവിടെ ലോകത്ത് അങ്ങനെ, അവിടെ യൂട്യൂബിൽ പോയാലും പ്രവാചകന്മാർ പല രീതിയിൽ പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറയുന്നതാണ്. അവർ പറയുന്നതൊക്കെ പലപ്പോഴും സംഭവിക്കാം എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ മുമ്പിൽ വരുകയിൽ പ്രകാരം ഞാൻ ചെല്ലുകയാണ്. പ്രവാചകത്തിന് എതിരായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, അല്ലേ? അങ്ങനെ ചെയ്യുവാൻ ദൈവവചനം പഠിപ്പിക്കുന്നില്ലല്ലോ. ആ പ്രവാചകമൊക്കെ ശ്രദ്ധിച്ച് നോക്കി ശരിയായത് പിടിച്ചുകൊള്ളുക, തെസ്സലോനിക്ക നിരുപത്തിൽ, അല്ലല്ലയോ? മനസ്സിലാകുന്നോ? എന്നാൽ നിങ്ങൾക്കറിയാം, അതായത് പ്രവാചകന്മാർ പറയുന്നത് അങ്ങനെ കറക്റ്റായിട്ടായിരിക്കുന്നല്ലോ. ആദ്യം വരുന്നത് എങ്ങനെയാണ്? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലെ 16-ാം വചനം അവിടെ വരുമ്പോൾ, അപ്പോസ്തലനായ പൗലോസും ശീലാസും അവിടെ ശുശ്രൂഷയ്ക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു സ്ത്രീ വരുന്നു, അല്ലേ? തമിഴിലെ കുറി ചൊല്ലുകിற ആവി എവിടെയ സ്ത്രീ, മലയാളത്തിൽ എങ്ങനെ? വെളിച്ചപ്പാട് പറയുന്ന സ്ത്രീ, അല്ലേ? വെളിച്ചപ്പാട് പറയുന്ന സ്ത്രീയാണ്. അവ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവരൊക്കെ ദൈവദാസന്മാരാണ്, രക്ഷയിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്നതാണ്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ചെല്ലുമ്പോൾ മാർക്ക് കണ്ടോ ലാഭം ഉണ്ടാക്കുന്നവർ. പിന്നീട് വന്നു പൗലോസിനെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, രക്ഷാമാർഗം അറിയിക്കുന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്ത് വന്നു, അല്ലേ? പിന്നീട് പൗലോസ് തിരിഞ്ഞു നോക്കി ഭൂതത്തോട് വിട്ടുപോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു പറഞ്ഞു.
ആ നാളികേൽ പോയി. ഇപ്പോൾ വെളിച്ചപ്പാട് പറയുന്ന ഒരു സ്ത്രീയാ, പ്രവാചകിയോ പ്രവാചകനെന്ന് പറഞ്ഞില്ലല്ലോ. അവൾ ബിസിനസ്സാ അല്ലേ, കാശിനായിട്ടല്ലേ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇപ്പം ഈ പ്രവാചകന്മാരും കാശിനായിട്ടല്ലേ, ബിസിനസ് അല്ലേ, രണ്ടോ ഒന്ന് തന്നെ. ഓക്കെ, പറഞ്ഞ കാര്യമോ വളരെ വാസ്തുതയാ കാര്യം അല്ലേ, സത്യമല്ലേ പറഞ്ഞത്. അവിടെ ആ വാക്ക് അവിടെ ശ്രദ്ധിച്ചോ. ഇങ്ങനെ പല നാൾ ചെയ്തു എന്നാൽ എന്താണ് അർത്ഥം? പൗലോസിനെ ശീലാസിനെ കുറച്ചു കാലം വഞ്ചിച്ചു ഇല്ലേ, ഏമാറ്റി തമിഴിൽ. ഓക്കെ, അവർക്ക് മനസ്സിലായില്ല, പറഞ്ഞ് ശരിയാണല്ലോ പറഞ്ഞ്. പിന്നീടാണ് അവർക്ക് ബോധ്യപ്പെട്ടത്, തന്ത്രമാണ് യേശുവിന്. കണ്ടോ, ഇതുപോലെയാണ് പലപ്പോഴും പറയുന്നതൊക്കെ ശരി പോലെ ആയിരിക്കാം, പക്ഷെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആത്മാവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്ക് വേണം. അന്ന് അപ്പോസ്തലന്മാരെ അങ്ങനെ വഞ്ചിക്കുവാൻ ശ്രമിച്ചല്ലോ, അല്ലല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ, അല്ലല്ലേ? അതാണ് കാര്യം. അവിടെ തന്ത്രത്തിൻ്റെ ആളും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാം. പൈശാചിൻ്റെ തന്ത്രം എങ്ങനെയാണ്? 10 വാസ്തവമായ സത്യമായ കാര്യം പറയും എങ്കിലേ 10 പറയും. അത് ഇടയ്ക്കിൽ 2-3 പോഷ്ക്ക് പറയും, അല്ലല്ലേ? ഇപ്പം മനസ്സിലായോ? ആ 2-3 പോഷ്കുകളും മറ്റേ സത്യത്തോട് ചേർന്ന് അത് സത്യം പോലെ മാറും, അല്ലേ? ഇപ്പം മനസ്സിലായോ? മിക്സായിട്ട് ഫുള്ളായിട്ട് പോഷ്ക്ക് പറയുന്നില്ല. ഫുള്ളായിട്ട് പോഷ്ക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. സത്യമായ കാര്യം വാസ്തവമായ കാര്യമൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക്, അതാണ് അതിൻ്റെ തന്ത്രത്തിൻ്റെ കാര്യം. ഇതൊക്കെ ദൈവം എനിക്ക് പഠിപ്പിച്ചതാ, അല്ലേ? അപ്പോൾ ഇതുപോലെ പ്രവാചകത്തൊക്കെ എതിരായി പറയുന്നില്ല, പറയരുത്. അങ്ങനെയെങ്കിൽ പ്രവാചകത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നൊരു കാര്യം മാത്രം നാം ഇവിടെ ചിന്തിക്കാം. അവിടെ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ അത് 6-ാം വചനമാണോ? വായിക്കാം, നിങ്ങൾ വായിക്കാം. ഇത് വളരെ ശ്രദ്ധയിൽ കൊള്ളേണ്ട വചനമാണ്. പാസ്റ്റർ, ദൈവം നമുക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം പിന്നീട് പ്രവാചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം ഓക്കെ ശരി. അവിടെ പ്രവാചകം പറയുന്നത് ആ വാക്കെന്ത് തമിഴിൽ എങ്ങനെയാണ്? വിശ്വാസത്തിന് ഒത്തവണ്ണം എന്ന് മലയാളത്തിൽ, തമിഴിൽ കുറച്ച് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. தீர்க்க தரிசனம் சொல்லுகிறவன் വിശ്വാസ പ്രമാണத்துக்கு ഏറ്റതായി சொல்ல கடவன். മനസ്സിലായോ? കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. വിശ്വാസ പ്രമാണം എന്നൊരു കാര്യമുണ്ട്. അതിന് ആ പരിധിൻ്റെ അകത്ത് ആ രീതിയിൽ തന്നെ പ്രവാചകൻ പറയണം എന്നുള്ളതാണ്. മനസ്സിലായോ? വിശ്വാസ പ്രമാണം, വിശ്വസ്തതൻ്റെ അടിസ്ഥാനം എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞത് എബേസ്യർ 2:20 അപ്പോസ്തലർ പ്രവാചകന്മാരുടെ അടിസ്ഥാനം, മൂലക്കൽ അത്രയെന്ന് പറഞ്ഞല്ലോ, ആ പ്രമാണമാണ്, ആ അടിസ്ഥാനമാണ്. അപ്പോൾ യേശുവും അപ്പോസ്തലന്മാരും എന്തൊക്കെ പറഞ്ഞ് മാതൃക കാണിച്ചോ, ആ മാതൃ പരിധിൻ്റെ അകത്താണ് പ്രവാചകൻ ആയിരിക്കേണ്ടത്, അല്ലേ? മനസ്സിലായോ? അതിന് പുറത്ത് ചെല്ലുവാൻ പാടില്ല. അതാണ് ഞാൻ പാസ്റ്റേഴ്സ് മീറ്റിംഗ്സിൽ അതൊക്കെ സംസാരിക്കും. ചിലർ പറയും, ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ദർശനം തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു. നിങ്ങൾക്ക് ഏത് ദർശനം തന്നാലും അത് യേശുവിൻ്റെ ദർശനത്തെ അകത്തിരുന്നാൽ മതി. അപ്പോസ്തലന്മാരുടെ ദർശനത്തിൻ്റെ അകത്തിരുന്നാൽ മതി. അത് പുറത്തുള്ള ദർശനം വേറെ സോഴ്സിൽ നിന്ന് വരുന്നതല്ലേ. മനസ്സിലാകുന്നോ? നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ. ഇപ്പോൾ യേശു പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കണം. ഇപ്പോൾ യേശുവിൻ്റെ വചനം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടതാണ്. യേശുവിനെ ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, പലപ്പോഴും അടുത്ത ഒരു ഇഷ്യൂ വരെയാണ്, പലപ്പോഴും യേശുവെ അവരെ മാന്യപ്പെടുത്തണം, അവരെ പുകഴ്ത്തണം, അവരെ സന്തോഷിപ്പിക്കണമെന്ന് വെച്ചാൽ യേശുവിനെ ആരാധിക്കുക എന്നുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം.
പക്ഷെ ഇവിടെ യേശു പറയുന്നത് യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23 ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അവിടെ എങ്ങനെയാണ് യേശു പറയുന്നത്? ആർക്കെങ്കിലും വചനം വായിക്കാം മലയാളത്തിൽ. ആർക്കെങ്കിലും എന്നിൽ സ്നേഹമുണ്ടെങ്കിൽ വായിക്കാം. 14:23 അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, അവനോട് വസിക്കും, ഞാൻ വന്നു. അപ്പോൾ യേശുവിന് ആർക്കെങ്കിലും സ്നേഹം യേശുവിൻ പേരുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിലാക്കുക. യേശുവിനെ ആരാധിക്കേണ്ടതാണോ, പാടേണ്ടതാണോ, അല്ലത് വേറെ കാര്യമാണോ? വചനമാണ് ഞാൻ സംസാരിക്കുന്നത്. യേശുവിന്മേൽ ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ യേശുവിൻ്റെ വചനം പ്രമാണിക്കേണ്ടത്. അപ്പോൾ യേശുവിൻ്റെ വചനം പ്രമാണിക്കാതെ യേശുവിനെ ആരാധിക്കുന്നവരൊക്കെ കള്ളന്മാരാണ്. അല്ലെങ്കിൽ അവർക്ക് യേശുവിന് ഏത് ബന്ധവുമില്ല. മനസ്സിലായോ? യോഹന്നാൻ 14:15 വായിക്കാം. യോഹന്നാൻ 14:15 വായിക്കാം. ആറ് എന്നെ സ്നേഹിക്കുമെങ്കിൽ എൻ്റെ കൽപ്പനകളെ, വചനം ശരി തന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് അത് പ്രകാരം ജീവിക്കാത്തവർ യേശുവോട് ഏത് ബന്ധത്തിലും ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും യേശുവേ ആരാധന കാണുന്നു. അവിടെ അകത്ത് ചെന്നാലോ അവിടെ ദാവീദിരിക്കുന്നു, യാക്കോബ് ഇരിക്കുന്നു, ആബ്രഹാമാണ് അവിടെ ഇരിക്കുന്നത്. യേശുവെ കണ്ടില്ല. അല്ലല്ലോ? മനസ്സിലാവും, തെറ്റിദ്ധരിക്കരുത്, തെറ്റായിട്ട് മനസ്സിലാകരുത്. അല്ലേ? എടാ, യേശുവിൻ്റെ വചനം ഇല്ലല്ലോ അവിടെ. യേശുവിൻ്റെ, ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയട്ടെ, ചർച്ച സൗന്ദര്യമാണ് എൻ്റെ പൂർവിക ചർച്ച എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ 4 ബൈബിൾ റീഡിങ് വായിക്കും. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി തരികയാണ്. ഞാൻ സ്ട്രൈറ്റായിട്ട് ദൈവവചനം സംസാരിക്കണം. പഴയ നിയമത്തിൽ 2, ഒരു സങ്കീർത്തനം, വേറൊരു ഭാഗം കൂടെ വായിക്കും. പുതിയ നിയമത്തിൽ 2. യേശുവിൻ്റെ സുവിശേഷം ഒരു 10 വചനം വായിക്കുമ്പോൾ ആ പാസ്റ്ററാണ് വായിക്കുന്നത്. എല്ലാവരും നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. അവിടെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാം, വായിക്കും. അവിടെ സത്യസൗന്ദര്യമുള്ളവർക്ക് മനസ്സിലാവും, അതറിയാം. പിന്നീട് ലേഖനത്തിൽ ഒരു ഭാഗം ഒരു 10 വചനത്തിനുള്ളിൽ വായിക്കും. അത് ആർക്കെങ്കിലും കൊടുക്കും, വായിക്കാം. അപ്പോൾ പഴയ നിയമത്തിൽ 2, പുതിയ നിയമത്തിൽ 2 എന്നുള്ളതാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. പക്ഷേ പെന്തക്കോസ്തേ സാഹചര്യത്തിൽ വന്നാലേ എവിടെയെങ്കിലും യേശുവിൻ്റെ വചനം വായിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് കണ്ടിട്ടുണ്ട്. റയറായിട്ട് 1-2 കണ്ടിട്ടുണ്ട്. അധികം കണ്ടിട്ടില്ല. യേശുവിൻ്റെ വചനം എന്താ വായിക്കാത്തത്? അപ്പോസ്തല പ്രവർത്തനം അല്ലാതെ അപ്പോസ്തലരുടെ മറ്റു കാര്യങ്ങൾ എന്താ വായിക്കാത്തത്? ഇവിടെ വായിക്കുന്നതൊക്കെ പഴയ നിയമം വായിക്കും. പ്രസംഗങ്ങളൊക്കെ ആബ്രഹാം അവിടെ പോയി ദാവീദ് വന്ന് ചുറ്റിക്കറങ്ങി വട്ടം കറങ്ങി, ഇതല്ലേ പ്രസംഗം കേൾക്കുന്നത്? യേശുവിൻ്റെ മാതിരി അപ്പോസ്തല മാതിരിയെ കണ്ടില്ലല്ലോ. പെന്തക്കോസ്തേ സഭയുടെ പ്രശ്നം അങ്ങനെയാണ് ചെല്ലുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ദൈവം തന്നതാണ്, എനിക്ക് തന്നു. അല്ലല്ലയോ? അപ്പോൾ യേശുവിൻ്റെ വചനപ്രകാരം അപ്പോസ്തലരുടെ മാതൃക പ്രകാരം ജീവിക്കണം. ഓക്കെ, ഫസ്റ്റ് എന്താ മനസ്സിലായി? യേശുവിൻ്റെ വചനം എന്നുള്ളത്. രണ്ടാമത്, എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു. എന്താണ് അനുഗമം എന്ന് പറഞ്ഞാൽ? പുറകെ ചെല്ലുന്നത് അല്ലേ? അവർ ജീവിച്ച പ്രകാരം ജീവിക്കുന്നത്. ഞാൻ ചർച്ച ഓഫ് ഇന്ത്യയിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് ഈ സ്നാനം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മത്തായി 28-ാം അധ്യായം കടൈസ് 2 വചനത്തിൽ യേശു ഇങ്ങനെ പറയാൻ, നിങ്ങൾ പുറപ്പെട്ട് ചെന്ന് സകലരെയും, എന്താ വാക്ക്? ശിഷ്യന്മാരോ ഭക്തരാണോ? ശിഷ്യന്മാരല്ലേ? അതുവരെ എനിക്ക് യേശു ദൈവമാണ്, അവർ ആരാധിക്കണം എന്നുള്ളത് മാത്രമേ അന്ന് പണ്ട് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഈ വചനം കണ്ടപ്പോൾ എന്താ ഇത്? യേശുവിൻ്റെ ശിഷ്യനാ മാറണമോ? അല്ലേ? ഈ കാര്യം ഇപ്പോൾ പ്രശ്നം, പെന്തക്കോസ്തേ സഭയിൽ ഇപ്പോൾ പ്രശ്നമാണ്. അല്ലേ? ശിഷ്യന്മാരാകുക എന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയെങ്കിൽ ശിഷ്യൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ പുറകിൽ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാണ് എൻ്റെ ശിഷ്യന്മാരാകുന്നത് ഞാൻ പറഞ്ഞു കളഞ്ഞു. രണ്ടാമത് യേശുവിൻ്റെ മാതൃക, യോഹന്നാൻ 13:15, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചിരിക്കുന്നു. അല്ലല്ലയോ? അപ്പോൾ യേശുവിൻ്റെ മാതൃക പ്രകാരം ജീവിക്കുന്നത് ശിഷ്യത്വം. മനസ്സിലാകുന്നോ? യേശു അനുഗമിക്കുന്നത്. ഇപ്പോൾ പെന്തക്കോസ്തേ സാഹചര്യത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ കുറച്ച് ചിന്തിച്ച് നോക്കിയാൽ മതി. അല്ലല്ലേ? എനിക്ക് സംസാരിക്കാൻ മാത്രമല്ല കളി. അല്ലല്ലയോ? ശിഷ്യന്മാരാകുന്ന കാര്യം ഇന്ന് പെന്തക്കോസ്തേക്കാർക്കും മനസ്സിലാകുന്നില്ല. അവിടെ ഇല്ല. ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഞാൻ കാണുന്നതാണ്.
അതുകൊണ്ടാണ് സ്നാനത്തെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കും. ജ്ഞാനസ്നാനം എന്ന് പറയും തമിഴിൽ ഒരു പ്രസംഗം യൂട്യൂബിലുണ്ട്. അത് 1.5 മണിക്കൂർ ഒരു ചർച്ചയിൽ സംസാരിച്ചതാണ്. ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് എന്താ, എങ്ങനെയാണ് ദൈവം എനിക്ക് പഠിപ്പിച്ചതൊക്കെ വിശദമായി സംസാരിക്കും. ഇപ്പോൾ സമയമല്ല, വേണ്ട. ശിഷ്യന്മാരാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം. യേശുവിനെ പുറകിൽ ചെല്ലുക. അതായത് 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വചനം. 1 പത്രോസ് 2:21 പറയുന്നത് വചനം വായിക്കാം, വേഗം വായിക്കണം. യേശു കഷ്ടങ്ങൾ സഹിച്ചു, ഉപദ്രവങ്ങൾ വെളിയായി ചെന്നു. അവസാനത്തെ പകുതിയാണ് നമുക്ക് വേണ്ടത്, പാകമാണ് വേണ്ടത്. അനുഭവിച്ചു. അവനുടെ കാൽ ചുവടുകളിൽ പിന്തുടരുവാൻ പോതും മാതൃക വെച്ചിരുന്നു. ആ വാക്ക്, അവരുടെ കാൽ ചുവടുകളിൽ പിന്തുടരുവാൻ മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അല്ലല്ലയാ. അപ്പൊ എത്ര ദൂരം, എന്ത് മാത്രം യേശുവിനെ അനുഗമിക്കണം എന്നുള്ളത് കുറച്ച് മനസ്സിലായി കാണുമല്ലോ. 1 യോഹന്നാൻ 2:6 വായിക്കാം. 1 യോഹന്നാൻ 2:6. അവർ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവർ നടക്കുന്നത് പോലെ താനും നടക്കേണ്ടതാണ്. മനസ്സിലായോ? യേശുവിൻ്റെ ശിഷ്യത്വം എന്നുള്ള കാര്യത്തെയാണ് നിങ്ങളോട് സംസാരിച്ചു വന്നിരിക്കുന്നത്, അല്ലല്ലേ? ഇങ്ങനെയുള്ള ശിഷ്യത്വം ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ജീവിതത്തിനും ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്കുള്ള ജീവിത ശൈലിയും കമ്പയർ ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാധന ഉണ്ട്, പാട്ടുണ്ട്, ഊണ് കളിച്ചിട്ട് ആരാധന ഉണ്ട്, കളിക്കാതെ ആരാധന ഉണ്ട്, പകൽക്കാലത്ത് ആരാധന ഉണ്ട്, അർദ്ധരാത്രിയിൽ ആരാധന ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ യേശു പറഞ്ഞതും കാണിച്ച മാതൃകയും കാണുന്നില്ലല്ലോ. പിന്നെ പൈശാച് വരാതെ ആരാണ് വരും അവിടെ? പറയും. പൈശാച് എങ്ങനെ വരുന്നു? അവിടെ പുറത്ത് കിടക്കുന്നവർക്കുള്ള എങ്ങനെ പൈശാച് വരുന്നു എന്നുള്ളതല്ല, സഭയിലും വിശ്വാസികൾക്കുള്ളും ദേവദാസന്മാരെന്ന് പറയുന്ന പാസ്റ്റർമാർക്കുള്ള പൈശാച് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, അല്ലേ? ഇവിടെ സഭയിനകത്തല്ലേ. യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവ് കിട്ടുന്നത്. അതാണ് യോഹന്നാൻ 14:15-16 യോഹന്നാൻ 14:15 പറയുന്നു, ആർക്കെങ്കിലും എന്നിൽ സ്നേഹമുണ്ടെങ്കിൽ എന്നെ വചനം പ്രമാണിക്കുവേൻ. ഓക്കെ, അടുത്ത വചനം വായിക്കാമോ? എങ്കിൽ കൽപ്പനകളെ കാത്തുകൊള്ളുവേൻ. അവിടെ എന്നാൽ എൻ്റെ വചനം കാത്തുകൊള്ളും എങ്കിലേ പിതാവിനോട് പ്രാർത്ഥിക്കും, ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ നിങ്ങൾക്ക് തരും. അല്ലല്ലയോ? അപ്പം വിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് സ്വർഗത്തിലിരുന്ന് അയക്കുന്നത് ആരാ? പാസ്റ്റർമാരോ? യേശു അല്ലേ അയക്കുന്നത്? പറഞ്ഞല്ലോ, ഞാൻ തന്നെ അയക്കും. അങ്ങനെ പാസ്റ്റർമാരൊക്കെ തലയിലെ കൈവച്ച് ഉരുട്ടി അടിച്ച് തള്ളുന്നതല്ല കാര്യം. നിങ്ങൾ പൗലോസാണ്, നിങ്ങൾ പത്രോസാണ്, അവർ കൈവച്ചല്ലോ, നിങ്ങളെ വയ്ക്കും. ഞാൻ ചിലപ്പോൾ കുറച്ച് വേഗത്തിൽ, എടോ ഇങ്ങനെയുള്ള തെരുപ്പറയ്ക്കളാണോടാ പൗലോസ് പത്രോസും? എന്താ പറയുന്നത്? നിങ്ങളൊക്കെ പൗലോസാണോ? നിങ്ങൾ പൗലോസാ, കൈവയ്ക്കും. എടാ, പൗലോസിൻ്റെ ജീവിതശൈലി നിങ്ങൾ കാണുന്നില്ലല്ലോ. വളരെ അങ്ങനെ വേഗമായിട്ട് പറയും. വെളിയിൽ പോകുന്നവർ വരുന്നവരൊക്കെ ഞാൻ പൗലോസാ, ഞാൻ കൈവയ്ക്കും, തള്ളി അവിടെ ഇടും, കറക്കും, വട്ടം കറക്കും, പല രീതിയിൽ കാണുന്നതാണ്. ഒന്നും നിങ്ങൾ ചെയ്യണ്ട, യേശു അത് കൊടുക്കും. ഞങ്ങൾക്ക് തന്നല്ലോ, അല്ലല്ലേ? ഞങ്ങൾ അന്നൊക്കെ ഈ ഇങ്ങനെയുള്ള നൂതന പൗലോസ അന്ന് കണ്ടില്ലല്ലോ. വിശുദ്ധാത്മാവ് ഞങ്ങൾക്കുள் വന്നു, അല്ലല്ലയോ? അപ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? യേശുവാണ് വിശുദ്ധാത്മാവ് നമുക്ക് അയച്ചു തരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ അർപ്പിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ഒരു സ്നേഹമുള്ളവർക്ക് മാത്രമേ യേശു വിശുദ്ധാത്മാവ് അയക്കുവാൻ കഴിയും. അങ്ങനെ അല്ലാതെ പല രീതിയിൽ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിച്ചാലും അവിടെ അശുദ്ധാത്മാവ് വരും എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ പറയാം. പാല് അല്ലേ, പാൽ വാങ്ങിക്കണമെങ്കിൽ ആ പാത്രം നന്നായിട്ട് കഴുകി അത് കായ വെച്ച് അങ്ങനെ വാങ്ങിക്കും, എങ്കിൽ പാൽ കിട്ടുമ്പോൾ. പക്ഷേ ഞങ്ങളുടെ വീട്ട് മുമ്പ് അത് വേസ്റ്റ് വാട്ടറൊക്കെ വിടുവാൻ വേണ്ടി കാടിപ്പാന എന്ന് പറയും തമിഴിൽ. അങ്ങനെ ഒരു പാന ഉണ്ടായിരിക്കും.
അവിടെ എല്ലാ ഓട്ടറും ഒഴിക്കും, അല്ലല്ലേ? അതിനെ കഴുകുന്നില്ല. അതുപോലെയാണ്. അപ്പോൾ പാൽ വാങ്ങുന്ന കാര്യമേ ഇത്ര ദൂരം ഒരു വിശുദ്ധി വേണം, ഒരു കഴുകൽ വേണം. എന്നാലേ സ്വർഗസ്ഥനായ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ഒരു കഴുകൽ വേണ്ടേ, ഒരു വിശുദ്ധീകരണം വേണ്ടേ? എന്താ പറയുന്നത് നിങ്ങൾ? ചുമ്മാ പോയാൽ മതിയോ? കിട്ടുന്നില്ല. ഓക്കെ, വിശുദ്ധീകരണം പല രീതിയിൽ ഏർപ്പെടുന്നു, ദൈവം ഏർപ്പെടുത്തുന്നു ഉള്ളത് വാസ്തവതയാണ്. എന്നാലും ദൈവം അംഗീകരിക്കുന്ന തക്കവണ്ണം ഒരു വിശുദ്ധി ആവശ്യമാണ്. അതൊക്കെ മിനിമം റിക്വയർമെൻറ്റ് പറയും. വിശുദ്ധി ആയ ശേഷം വരുന്നതല്ല, എന്നാലും ഒരു കഴുകപ്പെടുത്തൽ അവിടെ ആവശ്യമാണ്. സമയം പോകുന്നു, അവർ ചെല്ലുന്നില്ല. ഓക്കെ, ഇവ എന്താ മനസ്സിലാക്കുന്നു? അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ സ്വർഗത്തിലിருந்து വരുന്ന, അതായത് ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ തെറ്റായിട്ട് തിരിക്കരുത്, മനസ്സിലാക്കണം. മുമ്പൊക്കെ സ്നാനമെന്ന് പറയുന്നത് നീ പാവം പുക കഴുവപ്പെടു, അല്ലേ? പൗലോസിനോട് പറഞ്ഞതുപോലെ അത് സ്നാനത്തിൻ്റെ അടിസ്ഥാനം വേറെയാണ്. അങ്ങനെ സ്നാനപ്പെട്ടവർക്ക് സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവ് കിട്ടി. പക്ഷേ ഇപ്പോഴുള്ള സ്നാനം അത് കഴുകൽ വിശുദ്ധീകരണ സ്നാനമല്ലല്ലോ, അത് വെറും ചടങ്ങല്ലേ. അവർ തെളിക്കുന്നു, ഇവർ മുക്കുന്നു, വേറെന്താ വ്യത്യാസം? പിന്നെ ഏത് ആത്മാവരും അവിടെ? അതാണ് ഇതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കി, ഇതൊക്കെ ദൈവാത്മാവ് പറയുന്നതാണ്. ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവമില്ലാതെ സ്നാനമുണ്ടെങ്കിൽ അവിടെ അശുദ്ധാത്മാവ് വന്നിരിക്കും, അല്ലല്ലേ? ഒളിയൻ ദൂതൻ, വഞ്ചിക്കറാവി എന്ന് പല രീതിയിൽ പറയും. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം. സ്നാന ഉപദേശത്തിൽ ഉണ്ടാകുന്ന തെറ്റാണ് ഈ അശുദ്ധാത്മാവ്, വഞ്ചിക്കറാത്മാവ് അന്യഭാഷയും പേശിട്ട് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത്. കന്യാകുമാരിൻ്റെ അടുത്ത് ഞാൻ ഒരു പാസ്റ്ററിനെ വിളിച്ചിട്ട് പോയി, ഒരു ഭവന പ്രാർത്ഥനയാണ്. അത് കാത്തലിക് ചർച്ചിൻ്റെ അടുത്താണ്, അതുകൊണ്ട് കതവൊക്കെ അടച്ചിട്ടാണ് പ്രാർത്ഥന. അവരടിക്കും, ആരും അവിടെ പോകാൻ സമ്മതിക്കുന്നില്ല, പ്രതിവസകാരം ഇവിടെ വരുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ആദ്യം കുറച്ചൊരു ചെറിയ ആരാധന, അങ്ങനെ ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കുമല്ലോ. അവിടെ ആ വീട്ടിലുള്ള ആ സ്ത്രീ പുള്ളി കുതിച്ച് അങ്ങനെ അന്യഭാഷയൊക്കെ സംസാരിച്ചു, അങ്ങനെ ഭയങ്കരമായിട്ട് കാട്ടി. അപ്പം ഞാനിവിടെ നോക്കിയോ, കത്തോലിക്ക ചർച്ചിൻ്റെ അടുത്താണല്ലോ, അവർക്ക് വിശുദ്ധാത്മാവ് കിട്ടിയിട്ടുണ്ട് പോലല്ലോ എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് ഒരു വചനം തന്നു. അത് മത്തായി 6:33. മുമ്പേ ദൈവരാജ്യവും അവൻ്റെ നിയമങ്ങളും നീതികളും അന്വേഷിക്കുകവൻ. പിന്നീട് മറ്റേ കാര്യം ഈ വചനമാണ്. ആ വചനത്തിന് മുഖാന്തരം ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ ദൈവം ഭരിക്കുന്ന അവൻ്റെ ഭരണം, അല്ലേ? ദൈവഭരണം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. പക്ഷേ നിങ്ങൾ മുമ്പേ അത് അന്വേഷിക്കുവേൻ, തേടുങ്കൽ. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഭരണത്തിൽ ഇല്ല എന്നുള്ളതല്ലേ വാസ്തുത അവിടെ. അപ്പോൾ വേറൊരു രാജ്യം ഇവിടെ ഉണ്ട്. അത് ഏത് രാജ്യമാണ്? ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ രാജ്യമാണ്. അധിപതി ലൂക്കോസ് 4:5 പൈശാച് യേശുവിനടുത്ത് പറഞ്ഞല്ലോ, ഈ ലോകമൊക്കെ എൻ്റെ കസ്റ്റഡിയിൽ, എൻ്റെ പിടിയിലാണ്, അല്ലേ? ഓക്കെ, 1 യോഹന്നാൻ 5:19 വായിക്കുമല്ലോ, ഉലകം മുഴുവനും പൊല്ലാങ്കലുകൾ കിടക്കുന്നതിൻ്റെ അറിഞ്ഞിരിக்கிறோம், ലോകം മുഴുവനും പൈശാസിൻ്റെ പിടിയിലാണ് ആയിരിക്കുന്നു എന്ന് അവിടെ വചനം കാണാം. വേറെ വചനങ്ങളുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ 2 ഭരണം, ഒന്ന് സ്വർഗ രാജ്യത്തിൻ്റെ ഭരണം, മറ്റൊന്ന് ലോകരാജ്യത്തിൻ്റെ ഭരണം. ദൈവമാണ് സ്വർഗരാജ്യത്തിൻ്റെ നേതാവ്, രാജാവ്, ദൈവം. ഈ ലോകത്തിൻ്റെ ദൈവം പൈശാസാണ്, അല്ലേ? 2 കൊരിന്ത്യർ 4:4. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് പ്രകാശമായി കാണാതെ തക്കവണ്ണം ഈ ലോകത്തിൻ്റെ അധിപതി, നേതാവ് അവരുടെ മനക്കണ്ണുകളെ കുരുടാക്കി, അന്ധകമാക്കി, അല്ലല്ലോ? ஆமாம், உலகத்தின் அதிபதி குருடாக்கினான். அதான் தமிழில் தான் எனக்கு ரொம்ப காணாமாயிடுச்சு. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ലോകത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് പൈശാസല്ലേ? ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ അന്യഭാഷ പേശി അങ്ങനെയൊക്കെ വെച്ചെല്ലാം വിളിച്ചല്ലോ. ആ സ്ത്രീ 2 കയ്യനെ ഇങ്ങനെ ഒരു തിരിക്കി, ഡേയ് நான் யாருன்னு தெரியுமாடா. എന്തായത് ഞാൻ யாருன்னு தெரியுமா? புரியுதா உங்களுக்கு? നിങ്ങൾക്ക് മനസ്സിലായതല്ലോ ഞാൻ ആരാണെന്ന് നിനക്കറിയാമടാ. അപ്പം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു, നീ ആരാണ് അറിയാൻ എനിക്ക് ഇഷ്ടമല്ല, താല്പര്യമല്ല, ഓടിപ്പോ ഏഷ്യാനാമത്തിൽ, നിന്നെ അറിയാൻ എനിക്ക് എന്താ ആവശ്യം. പിന്നീട് അത് കീഴെ വീണു, സർപ്പം പോലെ നെളിഞ്ഞു, വാമിറ്റ് ചെയ്ത് ഓടിപ്പോയി, അല്ലേ? ആദ്യം അന്യഭാഷ, പിന്നീട് സർപ്പം പോലെ. മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നീ പോയിക്കൊണ്ടേയിരിക്കുക, ദൈവം നിനക്ക് അവസരം സാഹചര്യം ഒരുക്കിത്തരും. അവരൊക്കെ ദൈവവചനം സംസാരിക്കുക എന്ന് ആ പ്രവാചകൻ കാഞ്ചരക്കോട് സാധു എന്ന് പറയുന്ന സാധി യേശാസൻ അവർ മുഖാന്തരമല്ലേ ദൈവം പറഞ്ഞത് എന്ന് നാം പറഞ്ഞല്ലോ. അവർ ചില
ആലോചനകൾ അന്ന് എനിക്ക് തന്നു. അപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, അവരിങ്ങനെ പറഞ്ഞു, ഡേയ് തമിഴില്, ഡേയ് പിശാസ അന്യഭാഷ പേസാം പാത്തുക. എന്താ, പൈശാസം അന്യഭാഷയിൽ സംസാരിക്കാൻ നീ നോക്കിയുള്ളു എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കൺഫ്യൂഷനായി, എന്താ ഇത്? ഇപ്പൊ പൈശാസം അന്യഭാഷ സംസാരിക്കുന്നു, ഇവിടെ വിശ്വാസികൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഏത് ആത്മാവാണ് ഇതെന്ന് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയുമെന്ന് ഒന്ന് മനസ്സിലുള്ളു. ഇവരെന്താ പറയുന്നത്? പൈശാസം അന്യഭാഷ സംസാരിക്കുമോ? എന്താ ഇത്? പക്ഷേ ഞാൻ എതിരായിട്ട് അവരുടെ ഒന്നും ചോദിച്ചില്ല. ഭയമാ, അവർ പെരിയ മനുഷ്യനാ, അവർ പറഞ്ഞ അങ്ങനെ അനുസരിക്കണം. പിന്നീടാണ് മനസ്സിലായത്, എന്നുടെ ശുശ്രൂഷ കാലത്ത് പൈശാച അന്യഭാഷ പേസുന്നത് നീ കേട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അന്ന് വിശുദ്ധാത്മാവ് സംസാരിച്ചത്. മനസ്സിലായോ? ഇതാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവ് വന്നാൽ അപ്പോൾ എങ്ങനെയാണ് പക്ഷേ ഇത് വളരെ വഷളായല്ലോ, പ്രശ്നമായല്ലോ. എങ്ങനെയാണ്, ആരെയാണ്, എങ്ങനെ തിരിച്ചറിയുന്നത്? കുറച്ച് കൺഫ്യൂഷനാണ്. ഓക്കെ, നമുക്ക് ആ കൺഫ്യൂഷൻ വേണ്ട, ദൈവം അത് പഠിപ്പിച്ചു തരും. ആദ്യമായിട്ട് 1 കൊരിന്ത്യർ 2:12, 1 കൊരിന്ത്യർ 2:12, ഞങ്ങളോ ലോകത്തിൻ്റെ ആത്മാവേ അല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവാണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലേ? വചനം ചെറുതല്ലോ. നാമോ ലോകത്തിൻ്റെ ആത്മാവിനല്ല തങ്ങിയത്, ദൈവത്തിനുള്ള ആത്മാ. ഓക്കെ, മതി. അപ്പം 2 ആത്മാവാണ്. ഒന്ന് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആത്മാ, അല്ലേ? യോഹന്നാൻ 4:24, ദൈവം ആത്മാവാകുന്നു, ദൈവം വിശുദ്ധ ആത്മാവാകുന്നു, അല്ലേ? 1 കൊരിന്ത്യർ 3:16, നമ്മൾ ദൈവനുടെ ആലയമാണ്. ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നതാണല്ലേ. நீங்கள் தேவனுடைய ஆலயமாக இருக்கிறீர்கள், தேவனுடைய ஆவி உங்களில் வாசமாக இருக்கிறது உங்களுக்கு தெரியாதா? அதான் தமிழில். ഓക്കെ, ദൈവത്തിൻ്റെ ആത്മാ നമ്മൾ വന്ന് ഭരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയമാകുന്നു. മതി, സമയം പോകുന്നത് അതാണ് കാര്യം. അതാ പറഞ്ഞല്ലേ, വചനം വന്നുകൊണ്ടേ ഇരിക്കും, സമയം പറ്റാതാവും. സമയപരിധിയിൽ ഞാൻ നിർത്തേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ദൈവം ആത്മാവാകുന്നു, സ്വർഗസ്ഥനായ ദൈവം നമ്മൾ വന്ന് ഭരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം. രണ്ടാമതൊരു ആത്മാവുണ്ട്, ലോകത്തിൻ്റെ ആത്മാവ്. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു അത് പൈശാസാണ്, അതൊക്കെ തന്ത്രം ഞാൻ പറഞ്ഞു. അതായത് മത്തായി 4:17 വായിക്കുമ്പോൾ ദൈവ മുതലാവത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുവൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അല്ലേ? യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ്, മുതലാവത് പ്രസംഗം. ശരിയാ, അല്ലേ? യേശു എങ്ങനെ പ്രസംഗിച്ചു? നിങ്ങളുടെ മനസ്സുകളെ ആ സ്വർഗത്തിലേക്ക് തിരിക്കുക, അല്ലേ? ശരി. അപ്പം അങ്ങനെ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം സംസാരിച്ചു, ഉപദേശിച്ചു, അത് വിശ്വസിച്ചു. അപ്രകാരമായിട്ട് വിശ്വാസികൾ ആകുന്നവരുടെ മനസ്സ് എവിടെ ആകും? സ്വർഗത്തിലാകും. മനസ്സിലായോ? സ്വർഗം, രാജ്യം. മത്തായി 6:20-21, നിങ്ങളുടെ നിക്ഷേപങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ തന്നെ നിങ്ങളുടെ മനസ്സ് ആയിരിക്കും, അല്ലേ? ഓക്കെ. കൊലോസി 3:2 വചനം വായിക്കുമ്പോൾ ക്രിസ്തു ദേവനുടെ വലത് വശത്തിലിരിക്കുന്ന ആ ഇടത്തിലുള്ളവകളെ അന്വേഷിക്കുക, ഇത് ലോകപ്രകാരമായതല്ല, അല്ലേ? അങ്ങനെ വചനം കാണുന്നു. അപ്പം അങ്ങനെ മനസ്സ് വച്ച് വിശ്വാസികളാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവ് വരുന്നു. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. എവിടെ വെക്കാൻ ലോകമാണ് അനുഗ്രഹമെന്ന് സംസാരിച്ചു അങ്ങനെ വിശ്വസിച്ച് വരുന്നോ അവർക്ക് ലോകത്തിൻ്റെ ആത്മാവ് കിട്ടും, അല്ലേ? സ്വർഗത്തിനെ വിശ്വസിച്ച് വന്നവർക്ക് സ്വർഗത്തിൻ്റെ ആത്മാ, ലോകത്തിനെ വിശ്വസിച്ച് വന്നവർക്ക് ലോകത്തിൻ്റെ ആത്മാ. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. മനസ്സിലാകുന്നല്ലോ പൈശാച് എങ്ങനെ കൊണ്ടു ചെല്ലുന്നെന്ന്? സഭകൾ ഇങ്ങനെ പൈശാച് കയറുന്ന വഴി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ സ്വർഗത്തിലെ മനസ്സ് വെച്ചാലേ സ്വർഗത്തിൽ വരുന്ന ആത്മാവ് കിട്ടും എന്നുള്ളതാണ് ആദ്യം. രണ്ടാമത് അത് 1 കൊരിന്ത്യർ 2:9-10 വായിക്കുമ്പോൾ ദൈവം നമ്മുടെവർക്ക് ഉണ്ടാക്കി പണിയുന്നു കൊണ്ടിരുന്ന കാര്യങ്ങൾ അവരുടെ കണ്ണ് കാണുന്നില്ല, സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കണ്ണിൽ കാണുന്നില്ല, ചെവി കേട്ടതില്ല, അവരുടെ ഹൃദയത്തിൽ തോന്നുന്നില്ല. എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് മതി വെളിപ്പെടുത്തിയിരുന്നു. കണ്ടോ, സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവ് വന്നാൽ സ്വർഗ വെളിപ്പാട് കിട്ടും, അല്ലേ? ലോകത്തിൻ്റെ ആത്മാവ് വന്നാൽ ലോകത്തിൻ്റെ വെളിപ്പാട് കിട്ടും, അല്ലേ? അപ്പം സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ് പ്രാപിച്ചവർ സ്വർഗത്തിനെ കുറിച്ച് പ്രസംഗിക്കും,
സ്വർഗമാനാനുഗ്രഹം, അങ്ങനെയുള്ള കാര്യം. ലോകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചവർ ലോകമാണ്, അത് കളറടിക്കുക, പെയിൻ്റ് അടിക്കുക, ലൈറ്റ് ഇടുക, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മനസ്സിലാകുന്നോ? സമയപരിധികൾ ഞാൻ ചെല്ലേണ്ടതാണ്. ഇപ്പം ഇങ്ങനെയാണ് ആത്മാവിനെ തിരിച്ചറിയേണ്ടത്. യേശുവിൻ്റെ മാതൃക എന്ന് പറഞ്ഞ എന്നൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഒന്ന്, സ്വർഗത്തിനെക്കുറിച്ച വെളിച്ചപ്പാട് സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ് കൊടുക്കുന്നു, അങ്ങനെയുള്ളവർ അങ്ങനെയാണ്. ലോകത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവർ ലോകപ്രകാരമായി ജീവിക്കുന്നു, ആ വെളിച്ചപ്പാടിൽ ചെല്ലുന്നു. ഇപ്പോൾ ആത്മാദ്യം ഒന്ന് മനസ്സിലായി. രണ്ടാമത്, അത് റോമർ 8:9 റോമർ 8:9 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ അവനുള്ളവരല്ല. അല്ലല്ലയോ? ഈ ആത്മാവെന്ന് പറയുന്നത് ആദ്യം ദൈവം തൻ്റെ പുത്രനായ യേശുവിന് നൽകിയതാണ്, കൊടുത്തതാണ്, അല്ലേ? അപ്പോസ്തലർ 10:38 ദൈവം അവരെ പരിശുദ്ധാവിയിനാലും വല്ലമയിനാലും അഭിഷേകിച്ചു. വചനം വായിക്കാം, വച്ചിക്കണം, വായിക്കാം. കമാൻ 10:38 അപ്പോസ്തല പ്രവൃത്തി വായിക്കാം. ദേവൻ നസ്രയനാകിയ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരുന്നു, ദൈവം അവനോട് കൂടെ ഇരുന്നു. അപ്പോൾ ദൈവം കൂടെ ഇരിക്കുന്നത് എന്നാൽ എന്താ അർത്ഥം? വിശുദ്ധാത്മാവെ ദൈവം നമ്മൾ വന്ന് പാർക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആത്മാവ് ആദ്യം യേശുവിന് കൊടുത്തതാണ്. ആ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തരുന്നത്, അല്ലേ? ഗലാത്യ 4:6 വായിക്കുമ്പോൾ, മലയാളത്തിൽ വായിക്കാം, 4:6 വായിക്കുമ്പോൾ, അപ്പ പിതാവിൻ്റെ കൂടത്തക്ക പുത്രൻ രാവി, നിങ്ങൾ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ, പുത്രൻ പുത്രിമാരായുന്നത് കൊണ്ട് അപ്പ പിതാവെന്ന് വിളിക്കുന്ന യേശുവിൻ്റെ ആത്മാവ്, യേശുവിക്ക് ഏത് ആത്മാവ് നൽകിയിരുന്നോ ആ ആത്മാവെയാണ് നമുക്ക് തരുന്നത്. മനസ്സിലാകുന്നോ? അങ്ങനെയെങ്കിൽ ഈ ആത്മാവ് നമ്മിൽ വന്നാൽ യേശു എങ്ങനെ ജീവിച്ചോ അവൻ്റെ ജീവിത ശൈലി, മാതൃക, ഫിലിപ്പിയർ 2:5 വായിക്കാം. ക്രിസ്തു യേശുവിലായിരുന്ന ഭാവമേ നിങ്ങൾ ഓക്കെ. അപ്പോൾ യേശുവിലായിരുന്ന ഭാവം മനസ്സിലാകുന്നല്ലോ. ആ ഭാവം വരണമെങ്കിലേ ആ യേശുവിലായിരുന്ന ആത്മാവ് നമ്മൾ വരേണ്ടതാണ്. ഇപ്പം മനസ്സിലായോ? ചെയിനായിട്ട് ഇതാണ് വിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഈ വിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഉണ്ടാകും. അപ്പോൾ യോഹന്നാൻ 17:14-16 രണ്ട് വചനം വായിക്കാം. യോഹന്നാൻ 17:14-16 രണ്ട് വചനം വായിക്കാം. ചീക്രം വേഗം. ഞാൻ ലോകസ്ഥനല്ലാത്തതുപോലെ അവരും അല്ലാതുപോലെ, ലൗകികനല്ലാതുപോലെ என்னுடைய ശിഷ്യന്മാർ ലൗകികന്മാരല്ല. 16 വീണ്ടും 16 വചനം. ഇപ്പോൾ 14 വായിച്ചു. 14-16 രണ്ട് വചനം ഞാൻ പറഞ്ഞതാണ്. വീണ്ടും ഞാൻ ലൗകികനല്ലാതുപോലെ മതി ലൗകികനല്ല. വേറെ വചനങ്ങളുണ്ട്, ലോകത്തിലിருந்து നിങ്ങളെ വേർതിരിച്ച് എടുത്തതാണെന്നൊക്കെ വചനമുണ്ട്. ഇപ്പോൾ യോഹന്നാൻ 16:8 യോഹന്നാൻ 16:8 വായിക്കുമ്പോൾ, യോഹന്നാൻ 16:8 നീ എനിക്ക് തന്ന വചനം അതായത് 16:8 16:8 വിശുദ്ധാത്മാവായ സത്യാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ വാക്ക് ശ്രദ്ധിച്ച് നോക്ക്. ലോകത്തിനെ കണ്ടിക്കും, ബോധം വരുത്തും. അല്ലെങ്കിൽ തമിഴിൽ ഇങ്ങനെയാണ്, ഉലകത്തെ കണ്ടിത്ത് ഉണർത്തുവാർ. ലോകത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാമെന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായോ? ലോകത്തിന് എതിരായിട്ട് വിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വരുന്നതല്ലേ, ആ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ എതിരായിട്ടല്ലേ പ്രവർത്തിക്കുവാൻ കഴിയും. ലോകത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുക, ഇതാണ് റൂട്ട്. അതാണ് യേശു പറഞ്ഞത്, ആത്മാവാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ലോകസ്ഥനല്ല, ലോകത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ച് എടുത്തിരിക്കുന്നതാണ്.
1 യോഹന്നാൻ 2:15 വായിക്കുമ്പോൾ ലോകത്തിലുള്ള കാര്യങ്ങളിലും സ്നേഹം വയ്ക്കരുത്. അങ്ങനെ സ്നേഹം വച്ചാൽ, വായിക്കാം 15:2 സ്നേഹിക്കരുത്. സ്നേഹിക്കുന്നെങ്കിൽ ഇവിടെ നോക്ക്, പിതാവിൻ്റെ സ്നേഹമില്ല. പിതാവായ ദൈവം ആത്മാവാണെങ്കിൽ, വിശുദ്ധാത്മാവാണെങ്കിൽ, ആ ആത്മാവ് നമ്മൾ വന്ന് വസിച്ചാൽ ലോകസ്നേഹം നമുക്ക് വരുന്നില്ല. അല്ലേലുയോ? അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക്, ലോകത്തെ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്വർഗസ്നായ ദൈവം ആത്മാവായി അവരിൽ വരുന്നില്ല എന്നുള്ളതാണ്. അല്ലല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് പറഞ്ഞു വരുന്നത്. ലോകസ്നേഹ രീതിയിൽ ഉപദേശങ്ങളും കാര്യങ്ങളും ചെന്നാലേ ലോകത്തിൻ്റെ ആത്മാവ് അന്യഭാഷ പേശിയിട്ട് പ്രവാചകനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും. അതാണ് കാര്യം. അപ്പോൾ പിതാവിന് അൻപല്ലേ, ദൈവത്തിൻ്റെ സ്നേഹം അല്ലേ? അതിനൊക്കെ സമയമല്ല. അതിൻ്റെ കാര്യം എന്താണ് പാസ്റ്ററെ? ലോകത്തിനെ എന്തിനാ സ്നേഹിക്കരുത് കേട്ടാൽ അത് വേറെ കാര്യം അവിടെ ഉണ്ട്. ഇപ്പം സമയമില്ല, വചനത്തിൽ ചെല്ലാം. യാക്കോബ് 4:4 വായിക്കാം. യാക്കോബ് 4:4 ലോകസ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വമാകുന്നു. വായിച്ച് അവസാനിക്കാൻ നമുക്ക്. അല്ലല്ലേ? ലോകസ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വമാകുന്നു. അറിയുന്നില്ലയോ? ഇച്ഛിക്കുന്നവരെല്ലാം. അപ്പൊ ദൈവത്തിന് ശത്രുക്കൾ ആരാ? ലോകസ്നേഹിതന്മാരാ. അവർക്ക് വിശുദ്ധാത്മാവ് കിട്ടുമോ? മനസ്സിലാക്കി. ഇതാണ് കാര്യം. ആകെ യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കണം, യേശുവിൻ്റെ മാതൃകാപ്രകാരം ജീവിക്കണം, അവിടെ അപ്പോസ്തലരുടെ വചനം മാതൃകാപ്രകാരം ജീവിക്കണം. അങ്ങനെ ഇഷ്ടപ്പെടണം, അർപ്പിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രം പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വരും. സ്വർഗത്തിനെ കുറിച്ച് വെളിച്ചപ്പാടുകൾ കിട്ടും. ലോകത്തിലിരുന്ന് നമ്മെ വേർതിരിക്കും. അല്ലല്ലോയാ? അങ്ങനെ കൊണ്ടുപോകും. അവസാനത്തെ കാര്യമൊന്ന് ഞാൻ പറയട്ടെ. ഇങ്ങനെ ചെല്ലുന്നവർക്ക് ഞാൻ നിത്യജീവൻ നൽകും. അല്ലല്ലയോ? നിത്യജീവൻ നൽകും. 1 യോഹന്നാൻ 2:25-26 നിത്യജീവനെ ഞാൻ നൽകും എന്നുള്ളതാണ് ദൈവം അവൻ മൂലം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. നിങ്ങളെ വഞ്ചിക്കുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അല്ലേ? അവിടെ വചനം കാണും. അപ്പം നിത്യജീവൻ എന്ന് പറയുന്നത് ആദ്യം കുറച്ച് ഷാർട്ടായിട്ട് പറയാണ്. ആദ്യം അത് ലൂക്കോസ് 20:36 മരിത്തോർ ഉയർത്തെഴുതலை அடைய பாத்திரவான்களாக எண்ணப்படுகிறவர்கள் അവർ ദേവദൂതന്മാർ തുല്യമായിട്ട്, അല്ലല്ലയോ, ദൈവത്തിൻ്റെ മക്കളായിട്ടായിരിക്കും. അപ്പോൾ ദേവദൂതന്മാർ പോലെ ഒരു പുതിയ ശരീരം ദൈവം നമുക്ക് കൊടുക്കും. 1 യോഹന്നാൻ 3:2 വായിക്കുന്നത് പോലെ അവനായിരിക്കുന്നത് പോലെ അവനെ ദർശിക്കുന്നത് കൊണ്ട് അവനെ പോലെ ഇരിക്കും. അല്ലല്ലയോ? അപ്പോൾ യേശുവിനെ പോലെ ഒരു ശരീരം കിട്ടും. ഫിലിപ്പി 3:21 വായിക്കുമ്പോൾ അവൻ തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമായ ശരീരത്തെ തുല്യമായിട്ട് രൂപാന്തരപ്പെടുത്തും. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തെ പോലെ ഒരു ശാഖാത്ത മരണമില്ലാതെ ശരീരം കിട്ടും ആദ്യം. രണ്ടാമത് വെളിപ്പാട് 21:1 വായിക്കുമ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയും ഉണ്ടായി, പഴയത് കണ്ടില്ല. 3-ാം വചനത്തിൽ അവിടെ ദൈവമക്കളുമായിട്ട് ഒന്നായിട്ടായിരിക്കുന്നു എന്നുള്ള കാര്യം. 4-ാം വചനത്തിൽ കണ്ണിനീരൊക്കെ അവിടെ ദൈവം തുടച്ചു കളയും. ഇനി മരണമില്ല, ശാവില്ല, നിത്യത. ഇവ നിത്യമെന്നുള്ളത് മനസ്സിലായ? പുതിയ ശരീരമാണ്, പുതിയ വാസസ്ഥലമാണ്, പുതിയ മഹിമയാണ്, അതൊക്കെ ഉണ്ട്. എന്നാലും അപ്പോൾ യേശുവിൻ്റെ വചനപ്രകാരം മാതൃകാപ്രകാരം ജീവിക്കാൻ അർപ്പിച്ചാൽ സ്വർഗത്തിൻ്റെ ആത്മാ വരും. അപ്പോൾ സ്വർഗത്തിൻ്റെ നിയന്ത്രണത്തിൽ, അത് റോമർ 8:14 വായിക്കുന്നത് പോലെ വിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവർ മാത്രം തന്നെ ദൈവമക്കൾ ആകുന്നു. അതാണ് കാര്യം. വചനങ്ങൾ പലതുണ്ട്. സോ ഇങ്ങനെ ചെല്ലുവാൻ കഴിയും. അവസാനം യേശു നമുക്ക് നിത്യജീവൻ നൽകും. അല്ലല്ലോ? ഇങ്ങനെ ഉള്ളതാണ് വിശ്വസ്തത ജീവിതം. സഭയിൻ്റെ അസ്ഥിഭാരമുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ഈ വചനം മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നാമത്തിൽ ആമേൻ.